എല്ലാ മതക്കാരും എത്തി. വ്രതശുദ്ധിയിൽ ഗ്രാമം ഒത്തുചേർന്നു. നമസ്കാരം, ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം. മത ജാതി ചിന്തകൾ വെടിഞ്ഞ് പുരോഹിത ശ്രേഷ്ഠർ, രോഗവും പ്രായാധിക്യവും മറന്ന അച്ഛനമ്മമാർ, വ്രതശുദ്ധിയിൽ സ്ഫുടം ചെയ്ത മനസ്സുമായി മുസ്ലിം, ക്രിസ്ത്യൻ, ഹൈന്ദവ വിശ്വാസികൾ, തിരക്കുകൾ മാറ്റിവെച്ച് ജനപ്രതിനിധികൾ, സാംസ്കാരിക നായകർ. കരുണാലയം അമ്മ വീട്ടിൽ നടന്ന ഇഫ്താർ വിരുന്ന് ആത്മസമർപ്പണത്തിന്റെ സാക്ഷ്യമായി. ഇസ്ലാം മത വിശ്വാസികൾ റമദാൻ നോമ്പും ക്രൈസ്തവർ 50 നോമ്പും ആചരിക്കുന്നതിനിടയിലാണ് കിടങ്ങന്നൂർ കരുണാലയം അമ്മ വീട്ടിൽ ഇഫ്താർ വിരുന്ന് ഒരുക്കിയത്. വൃദ്ധരും രോഗികളും ശയ്യാലംബരുമായ 365 അന്തേവാസികളാണ് ഇവിടെ അധിവസിക്കുന്നത്. അമ്മ വീട് ചെയർമാൻ അബ്ദുൾ അസീസിന്റെ നേതൃത്വത്തിലാണ് വിരുന്നൊരുക്കിയത്. ഇവർക്ക് മുന്നിലേക്കാണ് ഒരു നാടാകെ ഒഴുകിയെത്തിയത്. ഈ വലിയ സന്തോഷത്തിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം എന്നെ ക്ഷണിച്ചതിലുള്ള സന്തോഷം എന്നാദ്യമായിട്ട് അറിയിക്കട്ടെ. പങ്കെടുക്കുവാൻ സാധിച്ചത് മർത്തോമ സഭയുടെ മുൻ വൈദിക ട്രസ്റ്റി റവറന്റ് മോൻസി കെ ഫിലിപ്പ്, ബ്രഹ്മസ്വാമി, SNDP വല്ലന ശാഖാ യോഗം സെക്രട്ടറി സുരേഷ് പങ്കലത്തിൽ, മാലക്കര സെന്റ് തോമസ് ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ ചാർലി ചെറിയാൻ, പ്രമുഖ പ്രവാസി സംരംഭകൻ ഷാജഹാൻ റാവുത്തർ, മർത്തോമ സഭ കൗൺസിൽ അംഗം ജോൺസൺ കൂടപ്പുര, അഡ്വക്കേറ്റ് മുഹമ്മദ് റാഫി, ആറന്മുള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ടി ടോജി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വിൽസി ബാബു, പ്രസാദ് വേരുങ്കൽ, വിജു വർണ്ണശാല, പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഫാറൂഖ് മുഹമ്മദ്, ബർക്കീസ് ബീഗം, പ്രമുഖ സാഹിത്യകാരന്മാരായ എബ്രഹാം തടിയൂർ, പ്രസാദ് കിടങ്ങന്നൂർ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഐഷ പുരുഷോത്തമൻ, CPI ലോക്കൽ സെക്രട്ടറി MN ലാൽകുമാർ, CPIM ബ്രാഞ്ച് സെക്രട്ടറി അനീഷ് കുമാർ, ചലച്ചിത്ര താരം ഫസൽ വലന, മുൻ ജന്മഭൂമി ലേഖകൻ വിജയകൃഷ്ണൻ, അബ്ദുൾ കരീം വലന, ഡോക്ടർ സൗത്ത്, വിവിധ ട്രേഡ് യൂണിയൻ പ്രവർത്തകർ തുടങ്ങിയവർ അതിഥികളായെത്തി. ന്യൂസ് ബ്യൂറോ, കോഴഞ്ചേരി.